നല്ലൊരു ചെക്ക് മേറ്റ് മിസ്സാക്കിയിട്ട് നിൽക്കണ നിപ്പ് കണ്ടില്ലേ. സംഭവം എന്തെന്ന് പറഞ്ഞുതരാം, വീഡിയോയുടെ ഇടയ്ക്ക് അങ്ങനെ പറയാം. ഓക്കെ, വൈറ്റ് സൈഡാണ് ആദ്യം അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ മറുപടിയുമായി വന്നു. ദെൻ മൂന്നാമത്തെ മൂവ് G3. എന്ത് കാരണത്തിലാണോ ഏത് കാരണത്തിലാണോ എന്ന് അറിയില്ല, G3 ഇറക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നൈറ്റ് C6. നമ്മൾ കുതിരയെ ചാടിച്ചുകൊണ്ട് വരികയാണ്. കുതിരയെ ചാടിച്ചു. ഏകദേശം അവർ മിക്കവാറും ബിഷപ്പിനെ ഇറക്കി കളിക്കുമായിരിക്കും. നമുക്ക് നോക്കാം. യെസ്, ബിഷപ്പിനെ ഇറക്കി കളിച്ചു. ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു കോർണർ മൊത്തവും പിടിക്കാൻ വേണ്ടി ബിഷപ്പിനെ ഇറക്കി. നമ്മൾ അറ്റാക്കിലേക്ക് തന്നെ പോകുന്നു. നൈറ്റ് D4. അപ്പോൾ നല്ലൊരു മൂവ്മെന്റ്, നല്ല ചെക്ക് മേറ്റ് മിസ്സാക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ കേട്ടോ. എന്തോ സംഭവം എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ പറയുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ കമൻറ്റ് ചെയ്യുക. ദെൻ C3 നമ്മളെ വെട്ടാൻ വേണ്ടി വന്നതാണ്. C3യുമായി വന്നതാണ്. നമ്മൾ അപ്പോൾ തന്നെ കണ്ടം വഴി തിരിച്ചോടുന്നു. നൈറ്റ് B5. നൈറ്റിനെ ചാടിച്ച് B5ലേക്ക് ഓടിക്കുന്നു. വിടാൻ ഉദ്ദേശമില്ല, പുള്ളിക്കാരൻ ഓടിച്ചിട്ട് വെട്ടാനുള്ള പരിപാടിയാണ്. അടുത്ത A4 നീക്കിയിട്ടുണ്ട്. A4 നീക്കി വന്നു. അടുത്ത നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. നൈറ്റിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് എങ്ങോട്ട് മാറ്റാനുള്ള ചാൻസ് ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ചാടിയാൽ വെട്ടും. ഇവിടെ ഒന്നും സ്ഥലമൊന്നുമില്ല. ഇവിടെ ചാടിയാലും വെട്ടും. ഇവിടെ ചാടിയാലോ? ഇവിടെ ചാടിയാൽ വെട്ടത്തില്ല. അങ്ങനെ ഏകദേശം അങ്ങോട്ടേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് ചാടുന്നു. എന്തായാലും ഇവിടെ കിടന്ന് കളിച്ച ആ മൂവ്മെന്റ് എല്ലാം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്രയും മൂവ്മെന്റ് അവരാണ്ട് ഉള്ള കരുക്കളെല്ലാം ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആണ്ട് എല്ലാം അതുപോലെ പരേഡിന് നിൽക്കുന്ന പോലെ തന്നെ അനങ്ങാതെ നിൽക്കുക എല്ലാവരും. D4 നീക്കി എതിരാളി മുന്നോട്ട് ചാടി വരുന്നുണ്ട്. നമുക്ക് വെട്ടുന്നുണ്ട്. ഈ ക്യാപ്ചർ D4. ആദ്യം തന്നെ മന്ത്രി ഇറക്കുന്നു. മന്ത്രി വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ F5 നീക്കി, പേടിക്കാതെ F5 നീക്കി ഈ ഒരാൾക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്തായാലും ഇങ്ങനെ വെട്ടാം, ഒരു ചെക്ക് വിളിക്കാം. ആ ചെക്ക് വിളിക്കാൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെട്ടും. അപ്പോൾ ബിഷപ്പ് വെച്ച് അടുത്ത വെട്ടും. അപ്പോൾ നൈറ്റ് വെച്ച് അടുത്ത വെട്ടും. എന്തായാലും നമുക്കായിരിക്കും ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവർ അടുത്ത അറ്റാക്കിലേക്ക് പോകുന്നു. E5 നൈറ്റിനെതിരെ അറ്റാക്കാണ്. നൈറ്റിനെ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ വെട്ടി ഊപ്പാട് വരുത്തും. ഓക്കെ, നൈറ്റിനെ മാറ്റുന്നു. നൈറ്റ് E4. നൈറ്റ് E4ലേക്ക് ചാടിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു വെട്ട് നടക്കത്തില്ല. ക്യൂൻ വെട്ടത്തില്ല, അതുപോലെ തന്നെ ആനയും വെട്ടത്തില്ല. വെട്ടിയാൽ നമ്മുടെ ആള് ഇപ്പോൾ ഉണ്ട്. രണ്ടുപേരും വെട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. പറഞ്ഞു തീർന്നില്ല, മണ്ടൻ അതങ്ങ് വെട്ടിയെടുത്തു. എന്തായാലും നൈറ്റിനെ കളഞ്ഞു. അവർ വിചാരിച്ചാണ് ബിഷപ്പ് ആനയെ വെച്ചിട്ട് വലിയ ഗുണമൊന്നും ഇല്ല എന്ന് വിചാരിച്ചായിരിക്കും നൈറ്റിനെ എടുത്തിട്ട് ആനയെ കളഞ്ഞത്. നമ്മൾ ആനയെ എടുക്കുന്നു. ആനയുടെ തലയ്ക്ക് വേണ്ടി നമ്മൾ ആനയെ എടുക്കുന്നു. അടുത്ത E6. അവരൊട്ടും പേടിയില്ലാതെ ആളെ മുന്നോട്ട് കയറ്റിക്കൊണ്ടുവരികയാണ്. ഇവിടെ അവർക്കൊരു ഉദ്ദേശമുണ്ട്. സംഭവം വേറൊന്നും വെച്ച് വെട്ടാൻ എനിക്ക് പറ്റത്തില്ല. നൈറ്റ് വെച്ച് വെട്ടാൻ പറ്റത്തില്ല. ബിഷപ്പ് വെട്ടാൻ പറ്റത്തില്ല. ആകെ വെട്ടാൻ പറ്റുന്നത് ഈ ആളെ വെച്ച് മാത്രമാണ്. അല്ലെങ്കിൽ ആളെ വെച്ച് മാറ്റി കൊടുത്തിട്ട് പിന്നെ ആനയെ വെച്ച് വെട്ടണമായിരുന്നു. സോ ആനയെ വെച്ച് വെട്ടണമായിരുന്നു. എന്തായാലും ആളെ മാറ്റിയാൽ മന്ത്രിയെ തീർച്ചയായിട്ടും പുള്ളിക്കാരെ എടുക്കുന്ന ഉറപ്പാണ്. പുള്ളിയുടെ മന്ത്രി പോവുമെങ്കിലും എൻ്റെ മന്ത്രിയെ എടുക്കും, 100% ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ആളെ വെട്ടുന്നില്ല, മുന്നോട്ട് തള്ളി. ഇനി നമുക്ക് ഈ ആനയെ വെച്ചിട്ട് ഇങ്ങേരെ എടുക്കാൻ പറ്റും. ഇങ്ങേരെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് സേഫ് അല്ല. യെസ്, ഒട്ടും മടിക്കാതെ എടുക്കുന്നു ആനയെ. പക്ഷെ ആനയെ പോവുക തന്നെ ചെയ്തു കേട്ടോ. ആന എടുത്തു. ഏകദേശം ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റാനുള്ള പരിപാടി നോക്കാം. ബിഷപ്പ് വെച്ചിട്ട് കുറച്ചധികം ചാൻസുകൾ ഇവിടെ നമ്മളെ പൂട്ടാൻ വേണ്ടിയുണ്ട്. ഏത് നിമിഷം പൂട്ടാൻ പറ്റും. ബിഷപ്പിനെ കൊണ്ടുവന്നിട്ട് പണിയാൻ പറ്റും. ഓക്കെ, നൈറ്റിനെ ഒന്നും ഇറക്കാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട. പക്ഷെ ഇവിടെ ഒരു അപകട സാധ്യതയുണ്ട്. ഇങ്ങനെയും നമുക്ക് അല്ലെങ്കിൽ മന്ത്രിയെ വെച്ചിട്ട് ഓട്ടിക്കാൻ പറ്റും. പക്ഷെ മന്ത്രി പോവാൻ സാധ്യതയുണ്ട്. മന്ത്രി പോവാതെ എങ്ങനെയെങ്കിലും നോക്കാം. നൈറ്റ് വെച്ചൊന്നും നടക്കത്തില്ല, ആകെ കുടുങ്ങിയിരിക്കുകയാണ്. ബിഷപ്പിനെ എന്തായാലും കുറച്ചു നേരത്തേക്ക് മാറ്റാൻ പറ്റത്തില്ല. ബിഷപ്പിനെ മാറ്റിയാൽ ചെക്കാണ്. ഓക്കെ,
റൂക്ക് പെട്ടിരിക്കുകയാണ്. റൂക്കിനെ വെളിയോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. ഈ റൂക്കേ ഉള്ളൂ. എന്തായാലും കാസ്റ്റിംഗ് ചെയ്യാന്ന് വിചാരിച്ചാൽ കാസ്റ്റിംഗ് ചെയ്യാനും പറ്റത്തില്ല. രണ്ട് മൂലയിലും കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ആകെ പെട്ടു ഇരിക്കുകയാണ്. പുള്ളിയുടെ മറ്റ് ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ നോക്കണം. അടുത്ത മൂവ് വന്നു കഴിഞ്ഞു. ബിഷപ്പ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, വണ്ടി നിർത്തിയിട്ടുണ്ട്. അടുത്ത മൂവ്മെന്റ് ചെക്ക്മേറ്റ് ആണ്. നോക്കിയാൽ അറിയാം അടുത്ത മൂവ്മെന്റിൽ അടുത്ത നമ്മൾ ചെക്ക്മേറ്റ് ആവത്തില്ല. ഓക്കെ, എന്തായാലും ഒരു വെട്ട് നടക്കും. ഇങ്ങനെ വെട്ടിയാൽ എൻ്റെ മന്ത്രി പോയി കിട്ടും, അല്ലെങ്കിൽ പിന്നെ നൈറ്റ് പോയി കിട്ടും. ഓക്കെ, വെട്ടത്തില്ല എന്തായാലും. ഏകദേശം നമ്മൾ നൈറ്റിനെ വെച്ച് മറയ്ക്കുന്നു. നൈറ്റിനെ എടുക്കുമായിരിക്കും, എടുത്ത ആൾ വെച്ചെടുക്കും. അതൊരു ബ്ലണ്ടറാണ് നമ്മൾ കാണിച്ച ആദ്യത്തെ മണ്ടത്തരം, ഈ കളിയിൽ കാണിച്ച. വെട്ടി നമ്മുടെ പൊന്നോമനയായ നൈറ്റിനെ കൊടുത്തിട്ടുണ്ട്. ആളെ വെച്ച് നമ്മളും വെട്ടി, ഒരു കാര്യവുമില്ല. അടുത്ത നൈറ്റുമായി പുള്ളി വീണ്ടും വരുന്നു. ആളെ മാറ്റി, കാരണം ഈ റൂട്ടൊന്ന് ശരിയാക്കാൻ വേണ്ടി കേട്ടാ. നമ്മുടെ ഈ വണ്ടിക്കാരനെ അങ്ങ് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയാണ് ഇങ്ങനെ നോക്കിയത്. എന്താകുമോ എന്തോ. യെസ്, ആളെ ഇറക്കിയ സമയം കൊണ്ട് തന്നെ പുള്ളി കാസ്ലിംഗ് ചെയ്ത് സേഫായി. നമുക്ക് റൂക്കിനെ കൊണ്ടുവന്നു. റൂക്കിനെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു വെട്ട് നടക്കും. ഇവിടെ വെട്ടും, എൻ്റെ മന്ത്രിക്കെതിരെ പണിയും. മന്ത്രി അങ്ങോട്ട് രക്ഷിച്ചുകൊണ്ട് പോകാൻ നോക്കത്തില്ല. മന്ത്രിയും അവരുടെ മന്ത്രി പോയില്ലേലും നമ്മുടെ മന്ത്രി പോകും. ഏകദേശം ആളെ വെച്ച് നമ്മളൊരു ഇങ്ങനെ വെട്ടാൻ ഒക്കത്തില്ല. ഇല്ല, ഇങ്ങനെ എന്തായാലും വെട്ടത്തില്ല. ആളുണ്ട്, കുഴപ്പമില്ല. സേഫാണെന്ന് തോന്നുന്നു. സേഫാക്കാൻ പുള്ളിക്കാരൻ സമ്മതിക്കത്തില്ലല്ലോ. പുള്ളിക്കാരൻ പുതിയ അടവുകളുമായിട്ട് വന്നേക്കുവാണല്ലോ. റൂക്കിനെ ഇറക്കാനുള്ള പരിപാടി നോക്കുകയാണ്. റൂക്കിനെ ചാമ്പാം. യെസ്, അവിടെ വെട്ടി കിടന്നു. നമ്മൾ ഉദ്ദേശിച്ച വെട്ടൊക്കെ തന്നെ നമ്മളും വെട്ടി. അടുത്ത മൂവ്മെന്റ് ഇത്. യെസ്, എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റാക്കത്തില്ല. ഇവിടെ നിന്നാൽ അപകടം. ഇവിടെ കൊണ്ടുവന്നാൽ മന്ത്രി വെട്ടും, ഇവിടെ കൊണ്ടുവന്നാൽ റൂക്ക് വെട്ടും. പിന്നെ ഇവിടെ രണ്ടും കളിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇവിടെ മാത്രമേ ഉള്ളൂ വഴി. ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത മൂവ്മെന്റ് നൈറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റിനെ എന്തായാലും പോയി വെട്ടാൻ പറ്റത്തില്ല, ആളുണ്ട്. അതുകൊണ്ട് നൈറ്റ് വന്ന അപകടത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഇവിടെ കൊണ്ടുവരുമായിരിക്കും. അതായിരിക്കും പുള്ളിയുടെ ഒരു പ്ലാൻ. നമുക്കറിയില്ല. നമ്മൾ എന്തായാലും ആളെ ഇറക്കുന്നു. ഇവിടെ ഒരു വെട്ടി നടന്നാൽ എന്തായാലും ഒരു നോക്കായിരുന്നു. പുള്ളി ഒന്ന് വെട്ടിയായിരുന്നെങ്കിൽ ഇത് വെച്ചൊരു ചെക്ക് വിളിച്ചിട്ട് കുറച്ച് ഓട്ടിക്കായിരുന്നിട്ട്. വെട്ടുന്നില്ല കേട്ടോ. വീണ്ടും അടുത്ത മൂവ്മെന്റിൽ ചെക്ക്മേറ്റ് ആണ്. അടുത്ത മൂവ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മൂവ്മെന്റ്, അല്ലെങ്കിൽ ഇങ്ങനൊരു മൂവ്മെന്റും ഉണ്ട്. ഓക്കെ, അന്നേരം മന്ത്രിയെ മാറ്റുന്നു. ഇതിന് സേഫ്റ്റി കൊടുത്തേ വെക്കൂ. നമ്മുടെ ബിഷപ്പിനെ, ആനയ്ക്ക് നമ്മൾ സേഫ്റ്റി കൊടുത്തേ വെക്കൂ. ആനയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം വിടാൻ ഒട്ടും ഒരുക്കമല്ല പുള്ളിക്കാരൻ. ഇപ്പം നമ്മൾ ചാടി ഇതെടുത്താൽ ഇവിടെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിന്ന് കളിക്കുകയും വേണം. ഇതെടുക്കാം എന്തായാലും, കാരണം ഇവിടെ ഒരു കൈ നമുക്ക് വേണം. ആനയ്ക്കൊരു പിടിവള്ളി നമുക്ക് വേണം, അല്ലെങ്കിൽ ചെക്ക്മേറ്റ് ഉറപ്പാണ്. അതിൽ നല്ല ചാൻസ് ആയിരുന്നു. ഇങ്ങനെ വെട്ടുക, അതും അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടുക. 3-4 ഇങ്ങനെ കൺമുമ്പിൽ കിടന്ന് കളിക്കുന്ന കളി കണ്ടാ. യെസ്, റൂക്ക് വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഏകദേശം ഇങ്ങോട്ട് ചാടിക്കാം. പുള്ളി ഇവിടെ വരുമായിരിക്കും. ഇല്ല, ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. അടുത്ത മൂന്നാമത്തെ പവർ കൊടുക്കുവാണ്. ഇവിടെ എന്തായാലും നമുക്ക് പണി പാടും. കളി തോൽവിയിലേക്ക് പോകാൻ തോന്നുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റും വന്നിരിക്കുന്നത്. ഒരു ചെക്ക് വിളിച്ച് മറുപടി കൊടുക്കുന്നു. പ്ലാൻ എല്ലാം മാറിയല്ലോ. വെട്ടാനൊക്കത്തില്ല. റൂക്ക് ഇരിക്കുന്നു. റൂക്ക് വെട്ടും. എന്തായാലും ഒരാളും കൂടെ ഒരു വെട്ടി. ചെക്ക്, അടുത്ത ചെക്ക് വിളിച്ചു. ഇനി കയറി വെട്ടാൻ പറ്റത്തില്ല കേട്ടോ. മന്ത്രിയും ഈ റൂക്കും ഇരിക്കുന്നതുകൊണ്ട് അതവിടെ തീർന്നു.
ആ ചാട്ടം അവിടെ തീർന്നു. വീണ്ടും പണി പാളി. ബ്ലണ്ടർ കാണിച്ചാണ്ടാ കളി തോറ്റു. ഇങ്ങോട്ട് ചാടിയാൽ മതി, കളി തോറ്റു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ മറുപടി പറയാൻ വിട്ടുപോയി. ചെക്ക് മേറ്റ് മിസ്സാക്കാൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? മിസ്സാക്കിയിട്ട് അത് കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുമ്പ് വന്നൊരു കമൻ്റ് ആട്ടോ. ചെസ് നല്ലൊരു കിഡി സാധനം ഉണ്ടായിരുന്നു, നമ്മളത് മിസ്സാക്കി. പുള്ളിക്കാരി കമൻ്റായിട്ട്, പുള്ളിക്കാരനോ പുള്ളിക്കാരിയോ കമൻ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് അറിയിച്ചു. നമ്മൾ ആ വീഡിയോസ് ചെക്ക് ചെയ്തപ്പോൾ കണ്ടു. അപ്പോൾ ഇതുപോലെ നിങ്ങളും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമ്മളത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു. ആദ്യമായിട്ടാണെന്നവർ സബ്സ്ക്രൈബും 2-3 വട്ടം സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്കും ചെയ്യുക. താങ്ക് യു.